G multiplies to find the dimensions of a rectangle with a perimeter P and maximum area. അപ്പോൾ ലഗ്രാഞ്ചി മൾട്ടിപ്ലൈസ് ഉപയോഗിച്ചിട്ട് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. പെരിമീറ്റർ ഫിക്സ്ഡ് ആണ്, അത് പി ആണ്. മാക്സിമം ഏരിയ ആവുന്ന രീതിയിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് നമ്മൾ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ, വൈ എന്ന് പറയുന്ന വിഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ കൊടുക്കുന്നു. ക്യാപിറ്റൽ എ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ എ സിക്കൽ എക്സ് ഇൻറ്റു വൈ മാക്സിമൈസ് ചെയ്യണം ഓൺ ദി ലൈൻ സെഗ്മെൻറ്റ്. ഇപ്പോൾ ഈ 2x + 2y = p എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ്. അതായത് പെരിമീറ്റർ നമുക്കറിയാം 2 × ലെങ്ത് എ പ്ലസ് ബ്രെഡ്ത്ത് ആണെന്ന് അറിയാമല്ലോ, അല്ലെങ്കിൽ വിഡ്ത്ത്. ഇപ്പോൾ 2x + 2y അത് അങ്ങനെ വരുന്നതാണ്. അത് = p ആണ്, അത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പെരിമീറ്റർ ഫിക്സ്ഡ് ആയിരിക്കുന്നു. പക്ഷേ പെരിമീറ്റർ ഈ പർട്ടിക്കുലർ വാല്യൂവിന് മാക്സിമം ഏരിയ കിട്ടുന്ന രീതിയിൽ അതിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഏരിയനെ മാക്സിമൈസ് ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി അപ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻറ്റ് 2x + 2y = p ആണ്. അതൊരു ലൈൻ്റെ ഇക്വേഷനാണ്. കണ്ടാൽ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്, ലൈൻ്റെ ഇക്വേഷനാണ്. ദിസ് ലൈൻ സെഗ്മെൻറ്റ് ഈസ് ഒരു ലൈൻ സെഗ്മെൻറ്റാണ്. 2x + 2y = p എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റാണ്. അപ്പം ദിസ് സെഗ്മെൻറ്റ് ഈസ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് ആൻഡ് സിൻസ് f of x = x × y ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി f of x = x × y എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, കണ്ടാൽ അറിയാമല്ലോ. x × y പോളിനോമിയൽ ഫംഗ്ഷനാണ്. ബൈ എക്സ്ട്രീം വാല്യൂ തിയറം അനുസരിച്ച് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റിന് ഒരു മാക്സിമം അല്ലെങ്കിൽ മിനിമം ഒക്കെ ചെയ്യും എന്ന് ആണ് എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത്. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്, നിങ്ങൾ റെഫർ ചെയ്യണേ. അപ്പം ഈ 2x + 2y = p എന്ന് പറയുന്ന ലൈനാണ് നമ്മുടെ എക്സ്ട്രീം. അതിനെ g of x എന്ന് എടുക്കുന്നു, 2x + 2y. ദെൻ വി ഹാവ് del f = del f കണ്ടുപിടിക്കുന്നു ya + xj, del g കണ്ടുപിടിക്കുന്നു 2a + 2j. ഇനി del g ≠ 0 എന്ന് കണ്ടാൽ അറിയാമല്ലോ. ഇനി del f = del g ≠ 0 ആയിരിക്കണമെന്ന് നമ്മുടെ ആ തിയറം, തുടക്കത്തിലൊരു തിയറം ഉണ്ടായിരുന്നുള്ള തിയറത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി del f = λ del g ഇക്വേറ്റ് ചെയ്യുക. y = 2λ, x = 2λ എന്ന് കിട്ടും. y/2 = λ. അതേപോലെ x/2 = y/2 = λ x/2 എന്ന് കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് x = y എന്ന് കിട്ടും. അപ്പം x = y എന്ന് പറയുന്നത് ഇക്വേഷൻ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2x + 2y = p എന്ന് കിട്ടും. അതിൽ നിന്ന് 4x = p എന്ന് കിട്ടും. x = p/4 y ആണ് എന്ന് നമുക്ക് കിട്ടും. അതായത് എക്സും വൈയും p/4 ആകുന്ന സമയത്താണ് നമുക്ക് ഏരിയ മാക്സിമം ആകുന്ന രീതിയിൽ പെരിമീറ്റർ ഈ പറഞ്ഞ p കിട്ടുന്നത്. ഓക്കെ, അടുത്ത 3 വേരിയബിൾസ് ആൻഡ് 1 കൺസ്ട്രെയിൻറ്റ് തിയറം. ലെറ്റ് f and g be ഇത് നേരത്തെ അതേ തിയറം തന്നെ 3 വേരിയബിൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദി പോയിൻറ്റ്സ് ഓൺ ദി സ്ഫിയർ x² + y² = 36 ദാറ്റ് ആർ ക്ലോസസ്റ്റ് ടു ആൻഡ് ഫാർദസ്റ്റ് ഫ്രം ദി പോയിൻറ്റ് ഓഡേഡ് 1 2 2. പോയിൻറ്റ്സ് ഓൺ ദി സ്ഫിയറിലെ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ക്ലോസസ്റ്റ് ടു, അപ്പം അതായത് 1 2 2 എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്നും മാക്സിമം അകലത്തിലും മാക്സിമം അടുത്ത് നിൽക്കുന്ന പോയിൻ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത് ടു അവോയ്ഡ് റാഡിക്കൽസ് വി ഫൈൻഡ്. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും √ഓഫ് എന്ന് പറഞ്ഞല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ റൂട്ട് വരുമ്പോൾ ഒരു റാഡിക്കൽ വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇതിൻ്റെ സ്ക്വയർ എടുക്കുന്നു, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എടുക്കുന്നു. ടു അവോയ്ഡ് റാഡിക്കൽസ് വി ഫൈൻഡ് പോയിൻറ്റ്സ് ഓൺ ദി സ്ഫിയർ ദാറ്റ് മിനിമൈസ് ആൻഡ് മാക്സിമൈസ് ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. Thus we want to find the relative extrema of f of x y = അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഫംഗ്ഷനെ നമ്മൾ f of x y z ആയിട്ട് എടുക്കുന്നു. അപ്പോൾ x - 1 2 + y - 2 2 + z - 2 2. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻറ്റ് ഇതാണ് x² + y² + z² = 36. ഓക്കെ, അപ്പോൾ g of x y z = x² + y² + z² ആണ്. ഇതിൽ നിന്ന് del g കണ്ടുപിടിക്കുക. del g = 0 ആകുന്ന എപ്പോഴാണ്? x ഉം y z 0 ആകുമ്പോഴാണ്. del g ≠ 0 at any point on the sphere. അത് നിങ്ങൾക്കറിയാം, സ്ഫിയറയിലെ x² + y² + z² = 1 ആണ്. 3 ഒരിക്കലും നമുക്ക് എന്താവില്ല, സ്ഫിയറയിൽ x² + y² + z² = 36 ആണ്. എക്സും വൈസും ഒന്നിച്ച് 0 ആകുന്ന രീതിയിൽ ഒരിക്കലും ഇതിൽ വരില്ല. therefore del g ≠ 0 at any point on the sphere. therefore the constraint relative extrema must occur at points where del f is equal to λ del g. ഓക്കെ, ഇപ്പോൾ del g എന്ന് പറയുന്നത് സ്ഫിയറിൽ 0 അല്ലെന്ന് നമ്മൾ കണ്ടു. പിന്നെ ഇനി കൺസ്ട്രെയിൻറ്റ് റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറയുന്നത് എപ്പോഴാണ് സംഭവിക്കുക? del fഉം del gയും പാരലൽ ആകുമ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് del f ഈസ് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് del g ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ ഇട്ട് കൊടുക്കുന്നു.
ഡെൽ എഫും ഡെൽ ജി നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡിലും ഉള്ള ഐ ജെ കെയുടെ കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലാംഡയ്ക്ക് 3 വാല്യൂസ് കിട്ടും. ഇതെല്ലാം കൂടെ രണ്ടെണ്ണം വീതം ഇക്വേറ്റ് ചെയ്യുക. രണ്ടെണ്ണം വീതം ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഒരു കണ്ടീഷൻ y = 2x എന്ന് കിട്ടും. വേറെ രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2x = z എന്നും കിട്ടും. therefore ഇത് 1-നകത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ x² + 2x² + 2x² = 36 എന്ന് പറയും. 9x² = 36 എന്ന് കിട്ടും. അതിൽ നിന്ന് x² = 4 എന്ന് കിട്ടും. x = ± 2 എന്ന് കിട്ടും. അപ്പോൾ x 2 ആണെങ്കിൽ നമുക്ക് y z അതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 4 4 ആൻഡ് -2 -4 -4 ഈ ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് കിട്ടുന്നത്. ഇനി f of 2 4 4 9 ആണ്. f of -2 -4 -4 എന്ന് പറയുന്നത് 81 ആണ്. വി ഗെറ്റ് 2 4 4 ഈസ് ദി അപ്പം ഈ f of 2 4 4 9 f of -2 ആ സംഭവം. അപ്പോൾ 2 പോയിൻറ്റ്സ് കിട്ടി. 2 പോയിൻ്റ് ഇട്ട് കൊടുത്തപ്പം ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആക്ച്വലി ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ് കിട്ടുന്നത്. അപ്പോൾ 2 4 4 എന്ന് പറയുന്നത് ക്ലോസ്, അതായത് കുറവാണല്ലോ, അതാണ് ഏറ്റവും അടുത്ത് വരുന്നത്. അതേപോലെ -2 -4 -4 ആണ് മാക്സിമം ദൂരെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, യൂസ് ലഗ്രാഞ്ചി മൾട്ടിപ്ലൈസ് ടു ഡിറ്റർമിൻ ദ ഡയമെൻഷൻസ് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ് ഓപ്പൺ അറ്റ് ദി ടോപ്പ് ഹാവിങ് എ വോളിയം ഓഫ് 32 feet³ ആൻഡ് റിക്വയറിംഗ് ദി ലീസ്റ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഫോർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. ഹിയർ ദ പ്രോബ്ലം ഈസ് ടു, അപ്പം നമുക്ക് ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ ഉപയോഗിച്ചിട്ട് ഒരു റെക്ടാങ്കുലർ ബോക്സിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. അതിൻ്റെ ടോപ്പ് ഓപ്പൺ ആണ്. വോളിയം എന്ന് പറയുന്നത് 32 feet³ ആണ്. ആൻഡ് റിക്വയറിംഗ് ദി ലീസ്റ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഫോർ ഇറ്റ്സ് അതായത് അത് കൺസ്ട്രക്ട് ചെയ്യാൻ ഏറ്റവും, അതായത് അതിൻ്റെ സർഫസ് ഏരിയ മിനിമം വരുന്ന രീതിയിൽ വോളിയം ഫിക്സ്ഡ് ആക്കുക. ഇപ്പോൾ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, വോളിയം എന്ന് പറയുന്നത് 32 feet³ ആണ് കൺസ്ട്രെയിൻറ്റ്. നമുക്ക് മിനിമൈസ് ചെയ്യേണ്ട അതിൻ്റെ സർഫസ് ഏരിയ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓപ്പൺ അറ്റ് ദി ടോപ്പാണ്. അപ്പോൾ മോൾ ഭാഗം സർഫസ് ഏരിയയിൽ കൗണ്ട് ചെയ്യരുത്. ഇനി ഈ പറഞ്ഞ റെക്ടാങ്കുലർ ബോക്സ്, അതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡുകളിൽ വരുന്ന റെക്ടാങ്കുലർക്ക് ഒരേ ഏരിയ ആയിരിക്കുമല്ലോ. മേളിൽ വരുന്നതിനും താഴെ വരുന്നതിനും ഒരേ ഏരിയ. പക്ഷേ ഓപ്പൺ അറ്റ് ദി ടോപ്പ് ആയതുകൊണ്ട് മേളത്തെ സംഭവം നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ അത് x × y. പിന്നെ സൈഡിൽ വരുന്നത് x z 2 times എടുക്കണം. ഫേസ് ടു ഫേസ് വരുന്ന ഫേസുകളുടെ ഒരേ ഏരിയ ഉണ്ട്. 2 × y z എന്ന് പറയുന്നത് വേറെ 2 ഫേസ് ഉണ്ട്. xy + 2xz + 2yz കിട്ടുന്നു. സബ്ജക്റ്റ് ടു ദ വോളിയം കൺസ്ട്രെയിൻറ്റ് xy z = 32. ലെറ്റ് f of xy z = അപ്പോൾ ഇതിനെ നമ്മൾ മിനിമൈസ് ചെയ്യേണ്ടതിനെ xy + 2xz + 2yz എന്ന് എടുക്കുന്നു. പിന്നെ നമുക്ക് കൺസ്ട്രെയിൻറ്റ് g of xy z = x × y × z ആണ്. ഡെൽ എഫ് കണ്ടുപിടിക്കുക. ∂f/∂x × i + ∂f/∂y × j + ∂f/∂z × k. ഡെൽ ജി കണ്ടുപിടിച്ചു. ഇനി ഡെൽ ജി 0 വന്നപ്പോഴാണ് ഡെൽ ജി ≠ 0 അറ്റ് എനി പോയിൻ്റ് ഓൺ ദി സർഫസ് x y z = 32. ഓക്കെ, ഇനി ഡെൽ ജി ഈ എക്സും വൈയും ഇസഡും x y z = 32 ആകുന്ന ഡെൽ ജി എപ്പോൾ 0 ആവുന്നതാണ് നമ്മൾ നോക്കുന്നത്. x y z = 32 ഡെൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് 0 ആകത്തില്ല. 0 ആണെങ്കിൽ എക്സും വൈ സെഡും 0 ആയാലേ പറ്റുള്ളൂ. x y z = 32 ഒരിക്കലും എക്സും വൈ സെഡും ഒരേ സമയം 0 ആകത്തില്ല. therefore at a constraint related എക്സ്ട്രീമയിൽ ഡെൽ എഫ് = ലാംഡ ഡെൽ ജി എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കുക. കേറ്റ് ചെയ്യുന്നു. ഇനി എക്സും വൈ സെഡും എല്ലാം നോൺ 0 ആണല്ലോ ഈ പിന്നെ ജിയിൽ. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ലാംഡ കണ്ടുപിടിക്കുക എല്ലാത്തിനകത്തുനിന്നും. 2 വീതം ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് z = x/2 എന്ന് കിട്ടും. x × y × z = 32. ഈ z = x/2 എല്ലാത്തിടത്തും ഇട്ട് കൊടുക്കുന്നു. അതിൽ നമുക്ക് x³ = 64 എന്ന് കിട്ടും. അടുത്ത് x = 4 y = 4 z = 2. ഇതാണ് നമ്മുടെ ഡയമെൻഷൻസ്.